നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തോടനുബന്ധിച്ച് കണ്ണൂർ ജില്ലയിൽ കനത്ത സുരക്ഷാ ജാഗ്രത. വോട്ടെണ്ണലിന് ശേഷം അക്രമ സംഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലയിലെ 23 കേന്ദ്രങ്ങളിൽ പോലീസ് പ്രത്യേക സുരക്ഷയൊരുക്കും. ചില സ്ഥാനാർത്ഥികൾക്കും അവരുടെ വീടുകൾക്കും പാർട്ടി ഓഫീസുകൾക്കും നിലവിൽ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അക്രമ സാധ്യതയുള്ള മേഖലകളിൽ 150ഓളം നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിക്കാനാണ് പോലീസിന്റെ തീരുമാനം. ഇതിൽ 35 എണ്ണം ഇതിനകം സ്ഥാപിച്ചു കഴിഞ്ഞു. പയ്യന്നൂർ മണ്ഡലത്തിലെ കോത്തായിമുക്ക്, വെള്ളൂർ എന്നിവിടങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുന്നത്. വ്യക്തികളും സ്ഥാപനങ്ങളും തങ്ങളുടെ വീടുകളിലും പരിസരങ്ങളിലും CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി വി കുഞ്ഞികൃഷ്ണന്റെ വീടിന് പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങളിൽ UDF പിന്തുണയോടെ മത്സരിച്ച സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ അനുയായികളായ 35ഓളം പേർക്ക് പ്രത്യേക നിരീക്ഷണവും സുരക്ഷയും ഉറപ്പാക്കും. ഫലപ്രഖ്യാപനത്തിന് ഒരാഴ്ച മാത്രം ബാക്കി നിൽക്കെ ജില്ലയിൽ രാത്രികാല പെട്രോളിംഗ് ശക്തമാക്കി. പയ്യന്നൂർ, തളിപ്പറമ്പ് മണ്ഡലങ്ങൾക്ക് പുറമെ തലശ്ശേരി, മയ്യിൽ, മട്ടന്നൂർ, ധർമ്മടം, കണ്ണവം, പാനൂർ, ചൊക്ലി, ന്യൂമാഹി, കൊളവല്ലൂർ എന്നിവിടങ്ങളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തും. പോലീസിന് പുറമെ അർദ്ധ സൈനിക വിഭാഗത്തെയും സംഘർഷ സാധ്യതയുള്ള മേഖലകളിൽ വിന്യസിക്കും. ജില്ലാ അതിർത്തികളിൽ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും 48 മണിക്കൂറും പ്രവർത്തിക്കുന്ന സ്ട്രൈക്കിംഗ് ഫോഴ്സ് രൂപീകരിച്ചു. ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ ഇതര സംസ്ഥാന പോലീസുകാർ ഉൾപ്പെടെ 10 അംഗ സായുധ സംഘമാണ് ഓരോ ഫോഴ്സിലും ഉണ്ടാവുക. സമാധാന അന്തരീക്ഷം നിലനിർത്താൻ പൊതുജനങ്ങൾ സഹകരിക്കണമെന്ന് പോലീസ് അഭ്യർത്ഥിച്ചു. ന്യൂസ് ഡെസ്ക്, കൊട്ടാരക്കര മീഡിയ.